എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ തെലുങ്കിൽ പോയി അഭിനയിച്ചിട്ടുള്ളൊരു പുതിയ സിനിമയാണ് വൃഷഭ. ഇതൊരു ബൈലിംഗൽ സിനിമയാണ്. തെലുങ്ക്, ഹിന്ദി, മലയാളം എന്ന ഭാഷകളിലൊക്കെയാണ് റിലീസാകാൻ പോകുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ടീസർ ഉണ്ടെന്ന് നോക്കാം. ബാഹുബലി ടൈപ്പാണ്. ഒരു ബാഹുബലി കണ്ട പോലെ ഒരു ടീച്ചർ കട്ട് ഒരു ആർട്ട് വർക്കൊക്കെ അതുപോലെ തന്നെ. ലാലേട്ടൻ മോനെ യുദ്ധക്കളോ, ലാലേട്ടൻ ഒന്നാമത് മാറ്റി കളിച്ച് യുദ്ധക്കളോ കൂടിയാകുമ്പോൾ അടിപൊളി വൃഷഭ നന്ദകിഷോറിൻ്റെ അടുത്ത് രണ്ട് പീരിയോഡിക് സിനിമയായിരിക്കും, അല്ല ടൈം ട്രാവൽ സിനിമയായിരിക്കും. അപ്പോൾ ടീസർ അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു മലയാളത്തിൻ്റെ ഒരു ബാഹുബലി പോലെയാണ് കാണുമ്പോൾ തോന്നുന്നത്. പ്രഭാസിന് പകരം നമ്മുടെ ലാലേട്ടൻ വന്ന് അഭിനയിക്കുന്നു. അപ്പോൾ ഈ ഒരു ആർട്ട് വർക്കൊക്കെ കാണുമ്പോൾ, ഒരു കഥയൊക്കെ കാണുമ്പോൾ ബാഹുബലിയുടെ ഒരു ടച്ച് ഉണ്ട്. എന്തായാലും കണ്ടു നോക്കാം. ലാലേട്ടൻ്റെ ലുക്കായാലും തന്നെ, കോസ്റ്റ്യൂംസൊക്കെ ആയാലും തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ധീരനായിട്ടുള്ള ഒരു രാജാവാണോ എന്താണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് അറിയുന്നില്ല, ഒരു യോദ്ധാവാണെന്ന് അറിയില്ല. എന്തായാലും ലാലേട്ടൻ്റെ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്, കോസ്റ്റ്യൂം അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടൻ യുദ്ധക്കളത്തിൽ ഇറങ്ങുന്നുണ്ട്. അവിടെ ഫൈറ്റ് സീന് അടിപൊളിയായിരിക്കും. ലാലേട്ടൻ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യും, അത് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാകുമ്പോൾ അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഈ സിനിമ നവംബർ 6-ാം തീയതിയാണ് തിയേറ്ററിൽ റിലീസാകാൻ പോകുന്നത്. അപ്പൊ എന്തായാലും അടിപൊളി ഒരു പടമായി മാറട്ടെ. മലയാളത്തിൽ ലാലേട്ടൻ്റെ 3 സിനിമ ഇറങ്ങി 3ഉം വലിയ ഹിറ്റായി മാറി. ഇതിപ്പോ പാൻ ഇന്ത്യൻ ലെവലിൽ വരുന്ന ഒരു പടമാണ്. ഈ സിനിമയും വലിയ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വേറൊന്നുമില്ല ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക്, ഷെയർ